ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ വീടിൻ്റെ പുറകുവശം ഇൻ്റർലോക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ഇത്രയും ഏരിയയാണ്, ഏകദേശം 250 സ്ക്വയർ ഫീറ്റാണ് ഇത്രയും ഏരിയയുടെ അളവെന്ന് പറയുന്നത്. ഈ കിണർ വരെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കിണർ കഴിഞ്ഞിട്ട് ഇവിടെ ബാലൻസ് വല്ല വരികയാണെങ്കിൽ നമ്മളിവിടെ കൂടി ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിനായി നമ്മളിപ്പോൾ ഇൻ്റർലോക്ക് എടുത്തു വച്ചിട്ടുണ്ട്. ഇതാണ്, ഈ ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത്. കളർ വന്നിട്ട് ഒരു ബ്ലാക്കും പിന്നെ ഒരു ഡാർക്ക് ഗ്രേ ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഗ്രേ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 55 രൂപയായിരുന്നു. അതുപോലെ 1 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു ഇറക്കി വെക്കാനായിട്ട്. ഇത് മൊത്തത്തിൽ 250 സ്ക്വയർ ഫീറ്റ് 500 കല്ലാണ് കേട്ടോ. ഈ 2 കല്ലും കൂടെ ചേരുമ്പോൾ 1 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ 500 കല്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇടാനായിട്ട് ബേബി മെറ്റൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ബേബി മെറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ ലാൻഡ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ ചല്ലികൾ ഇട്ടിരിക്കുന്ന ബാലൻസ് വന്ന് ചല്ലികളാണ് നമ്മളിപ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ലാൻഡ് ലെവലിംഗ് ആണ്. അത് വാട്ടർ ലെവലൊക്കെ നോക്കി ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ബേബി മെറ്റലും കൂടെ അടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി നമ്മൾ ഇൻ്റർലോക്ക് എടുക്കുന്നതാണ്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യും. കഴിയാത്ത പക്ഷം പണിക്കാരെ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്കിനി നോക്കാം. അങ്ങനെ ഗായ്സ്, നമ്മൾ അടുക്കി കഴിഞ്ഞു. പിന്നെ അടുക്കി കഴിഞ്ഞ് നമ്മൾ അവസാനം മെഷീൻ ഉപയോഗിച്ച് പഞ്ച് ചെയ്യുന്നതാണ് ജോലി. ഇവിടെ നമ്മൾ പഞ്ച് ചെയ്യുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് മെഷീൻ ഇവിടെ ഇല്ല. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ ദൂര സ്ഥലത്ത് നിന്ന് പോയി എടുത്തിട്ട് വന്ന് നമുക്ക് ഇത് പഞ്ച് ചെയ്യുന്നത് അതൊരു ജോലിയാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയതാണ് തൽക്കാലത്തേക്ക്. കാരണം മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, ഇവിടെ പതിയും എന്നുള്ളൊരു പേടി വേണ്ട. ചിലർക്ക് പതിയും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് എല്ലാവരും ഈ പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ തറ നേരത്തെ ഈ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇടിക്കട്ട ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഒരുപാട് മഴയൊക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കൊണ്ട് എവിടെയൊക്കെ പതിയണമോ അവിടെയൊക്കെ പതിനതിന് ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻ്റർലോക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ബേബി മെറ്റീരിയൽ ചിപ്സൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് ഇൻ്റർലോക്ക് അടുക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു പഞ്ചിങ്ങിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം നിലവിൽ താഴത്തെ തറ നല്ല രീതിയിൽ മണ്ണൊക്കെ ഉറച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെറ്റൽ അവിടെ ഇടുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമ്മൾ ഹൈറ്റിൽ നമ്മൾ മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അത്യാവശ്യം ഈ മണ്ണൊന്ന് മറഞ്ഞു നിൽക്കുന്ന ഒരു ലെവലിലാണ് നമ്മൾ ചെറിയ കാരണത്തിലാണ് ഈ മെറ്റൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പതിയാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിതിൽ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്കും അതുപോലെ സ്വയം ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്